ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ പല പല പാഠങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് കാണാം. ഐഡന്റിഫൈ ടോക്സിക് റിലേഷൻഷിപ്പ്. പൊതുവെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അവയെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും മൈൻഡ്ഫുൾനെസ്സിനോടുകൂടി അവയെ നമുക്ക് നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നിർത്താനും ഒക്കെ എന്തൊക്കെയാണ് പ്രത്യേക മാർഗങ്ങളെന്ന് ആന്റണി സാറോട് നമുക്ക് കേൾക്കാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാർ യുവർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം വിഷമകരമായ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ചാണ്. ടോക്സിക് റിലേഷൻസ് എന്ന് പറയുമ്പോഴേക്കും അത് വിഷലിപ്തം എന്നൊക്കെ പറയാറുള്ള അങ്ങനെയുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഞാൻ വിഷമകരമായ വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ധത്തിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. എല്ലാവരും തന്നെ ജീവിതം എന്ന് പറയുന്ന ആ ചക്രത്തില് നമ്മളിങ്ങനെ ആ പരസ്പര ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും ആ ബന്ധത്തെ വിഷം ഉള്ളതാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ വിഷമകരമാക്കി മാറ്റിയാൽ ആ ബന്ധത്തിന്റെ ആ സന്തുലിതാവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. ഇത് എക്കാലത്തും ഇങ്ങനെയുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവിയായിട്ടാണ് മനുഷ്യൻ മുന്നേറുന്നത്, അവന്റെ ആ പരിണാമം മുന്നേറുന്നത്. അതുകൊണ്ടാണ് ആ ബന്ധം പരസ്പരമുള്ള ആ ബന്ധങ്ങളിൽ വിഷമകരമാക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിഷം ചേർക്കുന്നത് കൊണ്ട്, മറ്റുള്ളവനെ ഉപയോഗിക്കാനുള്ള ആ ഒരു പ്രവണത കൂടിയത് കൊണ്ടാണ് പരസ്പര വിശ്വാസക്കുറവും. ആ വിശ്വാസക്കുറവ് വ്യക്തികൾ തമ്മിലുള്ളത്, അത് കുടുംബത്തിലാകാം, മാതാപിതാക്കന്മാർ തമ്മിലാകാം, അയൽവക്കങ്ങളിലാകാം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാകാം, ഇത് വിട്ട് നമ്മുടെ രാഷ്ട്രങ്ങളിലാകാം, അത് അന്തർദേശീയ തലത്തിലേക്ക് പോകാം. ഇവിടെയാണ് പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളും കെടുതികളും അതുപോലെ തന്നെ മനുഷ്യന്റെ അസൂയയുടെ, അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വാർത്ഥതയുടെ എല്ലാം അംശങ്ങളും കാണുന്നത്. അപ്പൊ ഈ വിഷയത്തെ നമ്മൾ രണ്ട് വിധത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മളിലേക്ക് മറ്റുള്ളവർ തരുന്ന ആ വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മളിൽ തന്നെ ഇതുപോലെയുള്ള വിഷമകരമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, എന്നിൽ തന്നെ വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഉണ്ടോ, എൻ്റെ ചുറ്റുപാടിൽ ഞാൻ ഇടപെടുന്ന വ്യക്തികളിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും, അങ്ങനെയുള്ള രണ്ട് ആസ്പെക്റ്റിൽ ആണ് നമ്മൾ ഈ ഇന്നത്തെ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. അതിന് പകരം നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ഈ വിഷമകരമായ ബന്ധങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ അറിവ്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ളതാണ്, ഇതിനെ നമുക്ക് എങ്ങനെ അവധാനപൂർവ്വം നമുക്ക് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം, അതുപോലെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇത് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, വിഷയം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഐഡന്റിഫൈ ടോക്സിക് റിലേഷൻഷിപ്സ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് പറയുന്ന ഇന്നത്തെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ടോക്സിക് റിലേഷൻഷിപ്പ്, എന്താണ് വിഷമകരമായിട്ടുള്ള ആ ബന്ധം എന്ന് പറയുന്നത്. അടുത്തത്, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്. അടുത്തത്, അതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, സ്വഭാവ രീതികൾ എന്തൊക്കെയാണ്. ദെൻ ടൈപ്സ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്സ്, ദെൻ മൈൻഡ്ഫുൾ വേ ടു ഐഡന്റിഫൈ ടോക്സിക് റിലേഷൻഷിപ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളത്, ഇത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വിഷമകരമായ ഒരു ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരുമാറ്റം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്കുണ്ടാകുന്ന ഒരു പെരുമാറ്റ രീതിയെ ആണെന്ന് നമുക്ക് പറയാം.
അത് നമ്മളുടെ വൈകാരികവും മാനസികവും അതുപോലെ തന്നെ നമ്മളുടെ ശാരീരികവുമായിട്ടുള്ള അതിൻ്റെ ആ ഇൻറ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ സുസ്ഥിതിയെ തച്ചുടയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ഡാമേജ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് അതിൻ്റെ ആ സുസ്ഥിതി നമുക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. 3 തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്: ഇമോഷണൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ, ടോക്സിക് ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പെരുമാറ്റം ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മളിലുള്ള അതിൻ്റെ നമുക്ക് ഒരു ശൂന്യതാവസ്ഥ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നാം. അതുപോലെ നമ്മുടെ എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീം ആൻഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി, നമ്മളുടെ സെൽഫ് എസ്റ്റീം നമുക്ക് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള അത് ഒരു ചലഞ്ച് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിലെ ഹാപ്പിനെസ് ആൻഡ് സുസ്ഥിതി അല്ലെങ്കിൽ വെൽ ബീയിങ്ങിനെയും അത് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇനി ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വാക്കുകൂടി പറയാം. ടോക്സിക് റിലേഷൻഷിപ്പ് ഈസ് ആൻ അൺഹെൽത്തി റിലേഷൻഷിപ്പ്. വളരെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധമാണ്. അത് നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നുവോ, അത് എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളുടെ കുടുംബത്തിലാകാം, നമ്മളുടെ സമൂഹത്തിലാകാം, എവിടെയും, ജോലി സ്ഥലത്താകാം, എവിടെയാണെങ്കിലും നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകൾ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഇനി ഇതിന്റെ കോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കോസസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് പാർഷ്യലി ഒരു ജനറ്റിക് സ്വഭാവമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് വളരെ ചെറിയ രീതിയിലാണ്. പക്ഷെ കൂടുതലും നമ്മളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ജനറ്റിക്കലി ഇറ്റ് ക്യാൻ ഓൾസോ ബി പാർഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ഓർ അക്വയർഡ് ആണ്. ഒന്നാമത്തെ കാരണം പാസ്റ്റ് ട്രോമാറ്റിക് ആൻഡ് അൺറിസോൾവ്ഡ് ഇഷ്യൂസ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ നമുക്കുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തീർച്ചയായിട്ടും നമ്മളെ ഒരു വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ പെരുമാറ്റ രീതികൾ നമ്മളിൽ ഉടലെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്തത് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ചില മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിസോർഡർ ഉള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കൾ, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും ഇതുപോലെയുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മാനസികമായിട്ടുള്ള ഈ പെരുമാറ്റ രീതികൾ അവർ പഠിക്കും. മറ്റൊന്ന്, നമ്മൾ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്നോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ ലേൺഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അതുപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, അങ്ങനെയുള്ള ഏതെങ്കിലും ചുറ്റുപാടുകളിൽ നിന്ന് വളർന്നു വരുന്ന വ്യക്തികളിലും ഇതുപോലെയുള്ള ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് കാണാറുണ്ട്. ദെൻ ലാക്ക് ഓഫ് എംപതി. ഒരാളിൽ നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ആ എംപതി, അനുകമ്പ, അത് വേണ്ടത്ര രീതിയിൽ വളർന്നിട്ടില്ലെങ്കിൽ, അതുകൊണ്ടായിരിക്കും പലരും സാഡിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവ രീതികൾ പെരുമാറ്റ രീതികൾ അവരിൽ ഉണ്ടാകുന്നത്. കാരണം ലാക്ക് ഓഫ് എംപതി ആൻഡ് കമ്പാഷൻ ഒരാളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ അഗ്രസീവായിട്ട് പെരുമാറുകയും അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമൂഹത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ദെൻ അടുത്ത മറ്റൊരു കാരണം സ്ട്രെസ് ആൻഡ് പ്രഷർ. ഓക്കെ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ ഒരാൾക്ക്, ഒരു പിതാവിന് സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്നാൽ ചിലപ്പോൾ അവരുടെ ആ സ്ട്രെസ്, ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രഷർ, അത് ചിലപ്പോൾ അവരുടെ ഭാര്യമാരോടോ കുട്ടികളോടോ ചെയ്യാൻ നോക്കും. ചില ആളുകൾ അവരുടെ കുടുംബത്തിലുള്ള പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഇത് അവരുടെ ജോലി സ്ഥലത്തുള്ള ആളുകളോട് പെരുമാറും. ഇത് ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും പെരുമാറുന്നതിന് വേണ്ടി അവർ ആ രീതിയിൽ അവർ അത് എക്സ്പ്രസ് ചെയ്യും.
അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അഡിക്ഷൻസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സബ്സ്റ്റൻസ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ആ രീതിയിൽ വളർന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയുള്ള ആളുകളുടെ പെരുമാറ്റങ്ങളിൽ അവർ ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കും, വേണ്ടത്ര റെസ്പെക്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ ഇതുപോലെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് അവർ ഡെവലപ്പ് ചെയ്യും. അത് മദ്യം ഉപയോഗിക്കുന്നവരായിരിക്കാം, മറ്റതുപോലുള്ള ആളുകൾ. ദെൻ പവർ ഡൈനാമിക്സ് മറ്റൊരു കാരണമാണ്. എന്താണ് പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ നമ്മൾ ഫാമിലിയിൽ എടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അവർ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ തമ്മിലുള്ള ഒരു ടക്ക് ഓഫ് വാർ കുടുംബത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലെയുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടാകും. മറ്റൊന്ന് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഇത് സാമൂഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസുകളുണ്ട്, സാംസ്കാരികമാണ്, റിലീജിയസ് ആണ്. ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസുകൾ നമ്മളെ ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതികളിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സാമൂഹ്യമായിട്ടുള്ള ചില ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, സാംസ്കാരികമായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കേരളീയരായിട്ടുള്ള ആളുകൾ മറുനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകും, നമുക്ക് നമ്മുടേതായിട്ടുള്ള തനിമയുണ്ടാകും. ഈവൻ കേരളീയർ എന്തിനും മറുനാട്ടിൽ പോകുന്നു? കോട്ടയത്തുള്ള ഒരു കോഴിക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ, കോഴിക്കോടുള്ള ഒരു കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിലും അവരുടെ ആ സാംസ്കാരികമായിട്ടുള്ളതിനകത്തൊക്കെ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും, ഭക്ഷണ രീതിയിൽ വരും. റിലീജിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം ഏകദേശം. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ പറയാനുണ്ട്. അതായത് പലപ്പോഴും ഈ റിലീജിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ പെരുമാറ്റ രീതികൾ നമ്മളുടെ കുടുംബങ്ങളിലും സമുദായങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരങ്ങളിലും ഒക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ റിലീജിയസ് ആയിട്ടുള്ള ആ ബിലീഫിനെ, ആ വിശ്വാസത്തെ മറയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ മോശമായി പെരുമാറുന്നതിന്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു മറയായിട്ട് ഈ റിലിജിയൻ അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസിനെ പലരും ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഇൻസെക്യൂരിറ്റി ആൻഡ് ഫിയർ ആണ്. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുണ്ടാകും. കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ചില ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുണ്ടാകും. ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ, എപ്പോഴും നമുക്കൊരു ഫിയർ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് നമ്മൾ ചിലപ്പോൾ പെരുമാറും, അല്ലെങ്കിൽ നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു വല്ലാത്ത എന്താണ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ, അതുപോലെ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നമ്മൾ ഉടലെടുക്കുന്നതിന് സാധിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് സ്വഭാവ രീതികളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇതുവരെ രീതിയിലുള്ള പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഏത് കാര്യത്തിലും. ഒരു കാലാവസ്ഥ മാറിയാൽ എന്തൊരു ചൂട്, എന്തൊരു മഴ, എന്തൊരു മഞ്ഞ് എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങളിൽ വളരെ നെഗറ്റീവായിട്ട് എന്തിനേയും നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ആ പെരുമാറ്റ രീതികൾ ആളുകളിൽ ഉണ്ടാകും. മറ്റൊന്ന് ഉള്ളത്, ഇവരുടെ ഒരു പെരുമാറ്റ രീതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ. അവർ നമ്മളെ പല വിധത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ നമ്മളിൽ അവർ കൺട്രോൾ ഏറ്റെടുക്കാൻ നോക്കും. എന്താണ് നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് പറയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പണപരമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ടൈമിനോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കും. ദെൻ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആൻഡ് ബിലീറ്റിംഗ്. നീ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ അവൻ ചെയ്തത് ശരിയായില്ല, ഇതൊന്നും ശരിയല്ല എന്നുള്ള തരത്തിലുള്ള നിരന്തരം അവരിൽ ഉള്ളതായിട്ടുള്ള ഒരു വിമർശനാത്മകമായ ആ രീതി, സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സ്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുക. അവനൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അവള് ശരിയല്ല, അവന്റെ കഴിവൊന്നും അല്ല, ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇന്ന കാര്യത്തിന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മൾ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം. ദെൻ അടുത്തത് ലാക്ക് ഓഫ് മ്യൂച്വൽ സപ്പോർട്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്? അത് പ്രത്യേകിച്ച് ഫാമിലിയിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച്. ഇങ്ങനെ ഒരു നിഷേധാത്മകമായിട്ടുള്ള വിഷമകരമായ ബന്ധങ്ങളുള്ള ആളുകൾ പരസ്പരം സഹായിക്കുകയില്ല. അത് മാത്രമല്ല, എനിക്ക് ഞാൻ ചെയ്യേണ്ട ജോലി മറ്റുള്ളവരുടെയിലേക്ക് കൊടുത്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് നോക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം നമുക്ക് വന്നാൽ നമ്മൾ അവരെ സഹായിക്കുകയില്ല. ബ്ലെയിം ആൻഡ് ക്രിയേറ്റിംഗ് ഗിൽറ്റ്. പിന്നെ മറ്റുള്ളവരെ എപ്പോഴും
നമ്മൾ ബ്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. അത് അവൻ പറഞ്ഞതാണ്, അല്ലെ അവൾ പറഞ്ഞതാണ്, ചെയ്തതാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് ആ എഴുതിയ ആളെ ബ്ലെയിം ചെയ്യും. മനസ്സിലായോ? അതും കാരണം വാസ്തവത്തിൽ അത് എഴുതിയ ആളെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് അതിന്റെ മേലുദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ അത് അവര് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ശരിയായില്ല, അല്ലെങ്കിൽ നിന്റെ ഭാഷാ സ്വാധീനം മോശമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അടുത്തത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചുട്ടുകൊല്ലുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും തെറ്റുകാരനായി കാണുക. ഇനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പോലും അവരുടെ വാദമുഖങ്ങളെ, അല്ലെങ്കിൽ അവർ തരുന്ന ആ എവിഡൻസ് അല്ലെ പ്രൂഫുകളെ അംഗീകരിക്കാതെ വീണ്ടും അവരെ പല ആംഗിളിൽ നിന്ന് ആക്രമിച്ച് അവർ തെറ്റുകാരാണെന്ന് അവരെ വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അവര് സ്വയം ഏറ്റെടുത്തില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുൻപിലെങ്കിലും ഇവൻ തെറ്റുകാരാണെന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തെ, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ജലസാണ്. എവിടെയും ഉണ്ടാകാം നമ്മുടെ സമൂഹത്തിൽ. എപ്പോഴും നമുക്കറിയാം ജലസ്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ തരത്തിലുള്ള സ്വഭാവ രീതികൾ മനുഷ്യരിലുണ്ട്. അടുത്തത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാം ആണ്. നമ്മൾ വൈകാരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും നമ്മൾ കൂടുതൽ ഇങ്ങനെ ആളുകളെ നമ്മൾ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസ് നമ്മൾ ചെയ്യും. ഫിസിക്കൽ അബ്യൂസ്, ഐസൊലേഷൻ ഉണ്ടാകും. അതായത് അവരെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തും പല കാര്യങ്ങളിലും. ഇപ്പൊ അവരെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് യോജിച്ചു പോകേണ്ട സമയത്ത് നമ്മൾ അവരെ അവഗണിക്കും. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിൽ നല്ല ബന്ധത്തിലല്ലെന്നുണ്ടെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയോ ഷോപ്പിങ്ങിന് പോകുകയോ അല്ലെങ്കിൽ പാർക്കിൽ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മരുമകളെ കൂട്ടാതിരിക്കാം. ഇനി മരുമകൾ അമ്മായിമ്മയെ കൂട്ടാതിരിക്കുക ഏതെങ്കിലും കാരണം പറഞ്ഞ്. ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് തന്നെ അവഗണിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കുക. ഫിസിക്കലായിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്യുക. ഇൻസെക്യൂരിറ്റി ആൻഡ് ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ദെൻ വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് വാക്കിംഗ് ഓൺ, നമ്മളിപ്പോ കരിയിലയുടെ ഒക്കെ പുറത്തൂടെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കും. അതുപോലെ വാക്കിംഗ് ഓൺ എഗ്ഷെൽസ്, നമ്മൾക്കിപ്പോ കുറെ മുട്ടത്തോടുകൾ ഇട്ട് അതിന്റെ പുറത്തൂടെ നടക്കുമ്പോഴത്തേക്കും കറകറാന്നുള്ള ഒരു ഒച്ച കേൾക്കുമല്ലോ. അപ്പൊ ആ ഒരു ശബ്ദം വാക്കിംഗ് ഓൺ, നമ്മൾ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി കൊടുത്തുകൊണ്ട്, അതായത് എപ്പോഴും എന്നെ ഒളിക്യാമറ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുക. അത് എന്നിൽ തന്നെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഏതിനും വിമർശിക്കുക, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും എപ്പോഴും വിമർശിക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പരിങ്ങി വളരെ പക്വതയോടുകൂടി നടക്കണമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ തെറ്റുകളിലേക്കാണ് പോകുന്നത്. കാരണം അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫിയർ അവരിൽ ഉണ്ടാക്കും. ദെൻ റിസെന്റ്മെന്റ് ആൻഡ് ബിറ്റർനെസ്. ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതൽ അവരിൽ റിസെന്റ്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ അവർ വളരെ മോശമായിട്ടുള്ള ബിറ്റർ ആയിട്ടുള്ള അവരുടെ ആ പെരുമാറ്റങ്ങളുണ്ട്. ആരോടും എന്തിനും എവിടെയും പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക. അങ്ങനെയുള്ള ആ പെരുമാറ്റ രീതികൾ, അത് വീട്ടിലാകാം, പുറത്താകാം, ജോലി സ്ഥലത്താകാം. പ്രത്യേകിച്ച് വീടുകളിലും പിന്നെ ജോലി സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള സ്വഭാവ രീതികൾ കൂടുതൽ കാണുന്നത്. സ്ട്രീറ്റുകളിലും കാണാം. അടുത്ത മറ്റൊന്ന് ലവ് ബോംബിംഗ് എന്ന് പറയും. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് കൂടുതൽ സുഖിപ്പിക്കുക, കൂടുതൽ ഇങ്ങനെ സോപ്പിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നേടാൻ വേണ്ടി ലവ് ബോംബിംഗ് എന്ന് പറയും. അത് പ്രണയിതാക്കളിലാകാം, അല്ലാത്ത ഇതുണ്ടാകാം. ഇപ്പം പ്രത്യേകിച്ച് ലവ് ബോംബിങ്ങിന്റെ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണും. സുഖിപ്പിക്കുക, പഞ്ചാരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ സുഖിപ്പിച്ച് നമ്മുടെ കാര്യം നേടുക. ഇതോടൊപ്പം തന്നെ ഉള്ള ഒന്നാണ് സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്തുണ്ട് ലവ് ബോംബിങ് നടത്തുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞു, അവരുടെ ഐഡിയാസ്, മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞ് അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ഇഷ്ടം കൂടുന്നതായിട്ട് കാണിച്ചിട്ടുള്ള ആ പെരുമാറ്റ രീതികൾ. ദെൻ ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ വെർബലായിട്ട് നമ്മൾ ഏതെല്ലാം തരത്തിൽ അബ്യൂസ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ നീഡ്സ് മറ്റൊന്നുള്ളതാണ്. അതായത് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ആ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സിനെ നമ്മൾ അവഗണിക്കുക. അത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രായമായവർക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക, അല്ലെ മരുന്ന് സമയത്ത് വാങ്ങി കൊടുക്കാതിരിക്കുക, അവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുക. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടേതായിരിക്കാം.
അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഫാമിലിയിലോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാകാം. പിന്നെ കോൺസ്റ്റന്റ്ലി ഫീൽ ഇമോഷണലി ആൻഡ് മെന്റലി ഫിസിക്കലി ഡ്രെയിൻഡ് ആഫ്റ്റർ ഇന്ററാക്ഷൻസ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ജോലി സ്ഥലത്തോ കുടുംബത്തിലോ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് സംസാരിക്കുന്നു, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, ഒരുപക്ഷെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള സംസാര രീതികൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും അത് വേണ്ടായിരുന്നുവെന്ന്. കാരണം എന്താണ്? വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ഇടിച്ചു താഴ്ത്താനുമുള്ള ആ മനസ്ഥിതി ഉണ്ടാകും. അപ്പൊ നമ്മളുടെ വൈകാരികവും മാനസികവും ശാരീരികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇവിടെയെല്ലാം നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള ആ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റ രീതികൾ ആണ് മറ്റൊരു സ്വഭാവ രീതി. അടുത്തത് ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ ബൗണ്ടറീസ്. നമുക്ക് തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളിൽ നമുക്കൊരു ബൗണ്ടറി ഉണ്ട്. ഓരോ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്പേസ് ഉണ്ട് ജീവിക്കാനുള്ളത്. നമുക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വയലേറ്റ് ചെയ്യും. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ രീതികൾ കൊണ്ട് ഈ ബൗണ്ടറി അവര് തകർത്ത് കളയും. എന്നിട്ട് അവർ നമ്മളെ ഇതിലേക്ക് വരും. ബൗണ്ടറി വയലേഷൻസ്. ദെൻ അടുത്തത് ഇൻവേഷൻ ഓഫ് പ്രൈവസി. നമ്മളുടേതായിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരും. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ചില ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ, ഇപ്പം ഈ ടെലിഫോൺ വരുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്ത് മെസ്സേജുകളാണ് അയക്കുന്നത്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഇതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചില ജോലി സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ പ്രൈവസിയെ ഇങ്ങനെ അത് വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജർമാരുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് വേണ്ട സർവൈലൻസിൽ വെച്ചിട്ട് നമ്മളുടെ മോണിറ്ററിൽ എന്താണ് ചെയ്യുന്നത്. ഞാൻ അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണുക, എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിവേ, നമ്മളുടെ പ്രൈവസിയെ അവർ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതിലേക്ക് കടന്നുകയറ്റം നടത്തുന്നു. ദെൻ ഇൻബാലൻസ് ഓഫ് പവർ. അത് ഓഫീസുകളിലാകാം, വീട്ടിലാകാം. പവർ വേണ്ടത്ര വിധത്തിൽ അതിന് ഒരു നല്ല രീതിയിൽ അത് സിമ്മട്രിക് ആയിട്ട് അത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി, വേറെ ആരും പറയുന്നൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ ഇതേ നടക്കൂ എന്ന് ചാട്ടി പിടിക്കുന്ന ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ചില ജോലി സ്ഥലങ്ങളിൽ, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസുകളിൽ ആരാണ് കൂടുതൽ ശക്തൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ് പ്രോട്ടോകോൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ പവർ ഇൻബാലൻസ് ഉണ്ടാകുന്നു. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ. നിങ്ങൾക്കറിയാം, ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കാമോ, ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ചൂഷണം ചെയ്യുക. ടൈം ആയിരിക്കാം, പണമായിരിക്കാം, മറ്റതുപോലുള്ള ഏതെങ്കിലും കാര്യത്തിലൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക ആളുകളെ. അടുത്തത് ടൈപ്സ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. ഏതെല്ലാം തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷണലി അബ്യൂസീവ് റിലേഷൻസ് ഉണ്ട്. അതായത് വൈകാരികമായിട്ട് നമ്മളെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യുക. നമ്മളുടെ വികാരങ്ങളെ മാനിക്കാതെ ഏതെങ്കിലും തരത്തിൽ, ഇപ്പം റിലീജിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാംസ്കാരികമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എത്നിക് ആയിട്ടുള്ള ഇതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും നമ്മളുടെ വൈകാരികമായി നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ എത്നിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ കൾച്ചറിനെ കുറിച്ചോ മറ്റെന്തെങ്കിലുമൊക്കെ പറയുക. ദെൻ ഫിസിക്കലി അബ്യൂസ്, അതായത് നമ്മുടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ കോ ഡിപ്പെൻഡന്റ് റിലേഷൻഷിപ്പ്. കോ ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോഴേക്കും ഒന്നുകിൽ അവർ നമ്മളിലേക്ക് കൂടുതൽ ഇറ്റിക്കണ്ണി പോലെ പടർന്നു കയറാൻ നോക്കും, അല്ലെങ്കിൽ അവര് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകത്തക്ക രീതിയിലുള്ളതാകും. ചില ആളുകൾ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പില് മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും, കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. ദെൻ കൺട്രോളിങ് റിലേഷൻഷിപ്പ്. എപ്പം എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ കൂടുതൽ വേണം. അത് മാതാപിതാക്കൾക്കുണ്ടാകാം, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകാം. ഇപ്പൊ ജോലി സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വരുമ്പോഴും നീ എവിടെയായിരുന്നു ചോദിക്കുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം, ഇല്ലേ? അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എപ്പോഴും ഒരു കൺട്രോൾ എപ്പോഴും ചെയ്യുന്നവര്. ദെൻ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാൻ അതേക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാം. അതായത് നമ്മൾ എപ്പോഴും ഞാൻ ഏറ്റവും വലിയ ആളാണ്, അതുപോലെ തന്നെ എന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, എൻ്റെ കഴിവാണ് ഇവിടുത്തത്. അത് ഫാമിലിയിലുണ്ടാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകാം. ഇങ്ങനെ മറ്റുള്ളവരെ എൻ്റെ ആ കഴിവ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അതുപോലെ തന്നെ പൊങ്ങച്ചം കൂടുതൽ പറയുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കഴിവിനെ ഇടിച്ചു താഴ്ത്തുക, ഇങ്ങനെയൊക്കെയുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ട്. ജലസ് ആൻഡ് പൊസസീവ് റിലേഷൻഷിപ്പ്. ചിലപ്പോൾ അത് കൂടുതൽ പ്രണയിതാക്കളിലാകാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകാം,
ഏതെങ്കിലും നമ്മുടെ ബന്ധത്തിൽ അതുപോലെ കൂടുതൽ പൊസസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഉണ്ടാകുന്നു. മറ്റൊന്ന് മാനിപ്പുലേറ്റീവ് റിലേഷൻഷിപ്പ്, മറ്റുള്ളവരെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. റിസെന്റ്ഫുൾ റിലേഷൻഷിപ്പ്, ഒന്നും അതായത് ആ റിസെന്റ്മെന്റ് ആയിട്ടുള്ളതാണ്, ഒന്നും പറയുന്നതൊന്നും കേൾക്കാൻ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, അതല്ലെങ്കിൽ എപ്പോഴും ഒരു വെറുപ്പോടുകൂടി ഉള്ള ഒരു അത് പകയോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുള്ള എപ്പോഴും വേണമെന്നില്ല. ഒരുപക്ഷെ നമ്മളുടെ ഈ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ളതാകാം. ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മലയാളികളോട് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യക്കാർക്ക് മദ്രാസി എന്നൊക്കെ പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ചില റിലേഷൻഷിപ്പ് ഉണ്ടാകാം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെന്ന് ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരാണ്, ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതോടുകൂടി പല രീതിയിലുള്ള റിസെന്റ്ഫുൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടുള്ള തെറ്റുകളിന്റെ പേരിൽ അവരെ വിശ്വസിക്കാതിരിക്കുക, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ വൺ സൈഡഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. അതായത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ സഹായിക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളത്. ദെൻ അഡിക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. അഡിക്റ്റീവ് റിലേഷൻഷിപ്പിനകത്ത് വരുന്നത് പ്രത്യേകിച്ച് ചില ആ ബന്ധങ്ങളിൽ പലപ്പോഴും ചിലപ്പം ആ ബന്ധത്തോട് അഡിക്റ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ പലപ്പോഴും അഭിനയിക്കാനും അവർ നോക്കും ചിലര്. ചില ആളുകൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അഭിനയിക്കും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലാകാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടാകാം, ഭർത്താവിന് ഭാര്യയോടാകാം. അത് കൂടുതൽ ഒരു പൊസസീവ്, ജലസ്, അതുപോലെ അഡിക്റ്റീവ് ആയിട്ടുള്ള ആ ബന്ധം വിടാൻ സാധിക്കാതിരിക്കുക. ഇതും വേണമെങ്കിൽ നമുക്ക് കാമുകന്മാരുടെ കാര്യത്തിൽ നമുക്ക് പറയാം. നെഗ്ലക്ട്ഫുൾ റിലേഷൻഷിപ്പ്, അതായത് മറ്റുള്ളവരെ നെഗ്ലക്റ്റ് ചെയ്യുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക. എന്താ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒന്നും അറിയാത്ത മട്ടിലൊക്കെ അഭിനയിക്കാം, അങ്ങനെ വേണമെങ്കിലാകാം. അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഫാമിലിയിലാകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, ഇതാണ് കൂടുതലായിട്ട് വരുന്നത്. അവിടെയൊക്കെ നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുക, നമ്മളെ മറന്നു കളയുന്ന രീതിയിലുണ്ടാകും. അൺഫെയ്ത്ത്ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം. അതായത് വീട്ടിലാകാം, കുടുംബത്തിലാകാം, അതുപോലെ തന്നെ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ആ ജോലിയോടുള്ള വിശ്വാസ കുറവുണ്ടാകാം. പിന്നെ വ്യക്തി ബന്ധങ്ങളിലുള്ള അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ അടുത്തത് കോമ്പറ്റീറ്റീവ് റിലേഷൻഷിപ്പ്. അത് പലപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു കുടുംബത്തിലാണെങ്കിൽ മക്കൾ തമ്മിൽ, 1-2 മക്കളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. കൂടുതൽ ആരാണ് അനുസരിക്കാതിരിക്കുന്നത്, മാതാപിതാക്കളെ പ്ലീസ് ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ഇതായിരിക്കാം. കാരണം കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കൂടുതൽ ബോസിനെ അല്ലെങ്കിൽ ആരാണ് മാനേജറെ, അവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അഭിനയിക്കും. ജോലി ചെയ്തില്ലേലും ജോലി ചെയ്യുന്നുവെന്ന് കാണിക്കുന്ന രീതിയിലുള്ളത്. ഫൈനാൻഷ്യലി അബ്യൂസീവ്, കടം മേടിക്കുക, കൊടുക്കാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ട്രിക്കുകൾ ഉപയോഗിക്കുക. എപ്പോഴും ചിലരുണ്ട് കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നതിന് ശേഷം പിന്നീട് പെട്ടെന്ന് ഒരു സ്നേഹത്തോടെ വിളിക്കുന്നു, വേണമെങ്കിൽ ചായ മേടിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഫൈനാൻഷ്യലി അബ്യൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനടുത്തത് പാസീവ് അഗ്രസീവ് റിലേഷൻഷിപ്പ്. ഇത് പാസീവ് അഗ്രസീവ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം അതിന്റെ ടൈപ്സ് ഏതെല്ലാം തരത്തിലുള്ളതാണെന്നുള്ളത്. ഒന്ന്, പലപ്പോഴും ഇത് അപ്രോപ്രിയേറ്റ്ലി നമുക്ക് തോന്നും ഈ റിലേഷൻഷിപ്പ് വളരെ കാര്യമായിട്ടുള്ളതാണെന്ന് തോന്നും. അതേസമയം അത് നെഗറ്റീവ് ആൻഡ് പാസീവ്ലി റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് പലപ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ, ആ ബന്ധത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്നാൽ ചില സമയത്ത് അത് പാസീവായിട്ട് വരും. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഡിസ്ഗൈസ്ഡ് വെർബൽ ഹോസ്റ്റിലിറ്റി. അതായത് നമ്മൾ അറിയാതെ നമ്മൾക്ക് പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയും. അതായത് പുറമേ നിന്ന് നമ്മളെ കാണുമ്പോഴേക്കും വലിയ നല്ല സ്നേഹത്തോടു കൂടി പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയുക യു ആർ ഗ്രേറ്റ്, യു ആർ വണ്ടർഫുൾ, യു ആർ ഡൂയിങ് ഗുഡ്, ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുറകിൽ നിന്ന് നമ്മളെ പുറകിൽ നിന്ന് കുത്തുക എന്നുള്ള ഒരു എക്സ്പ്രഷൻ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ വെർബൽ ആയിട്ടുള്ള ഹോസ്റ്റിലിറ്റി, അവരത് മറ്റുള്ളവരോട് നമ്മളെ പറ്റി കുറ്റം പറയും, പക്ഷെ നമ്മുടെ മുമ്പിൽ നല്ല വാക്കുകൾ പറയും. അടുത്തത് ഡിസ്ഗൈസ്ഡ് ഹോസ്റ്റൈൽ ഹ്യൂമർ ഉണ്ട്. സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കുക. നമ്മൾ നോക്കുമ്പോൾ അവർ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ജോക്ക് പറഞ്ഞു നമുക്ക് തോന്നും, പക്ഷെ നമ്മളെ
കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തറക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാല് നമ്മളെ വളരെ ഹോസ്റ്റൈൽ ആയിരിക്കും. ഉള്ളിലുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവര് എക്സ്പ്രസ് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും സർക്കാസ്റ്റിക് അല്ലെങ്കിൽ സർക്കാസം എന്ന് പറയുന്ന അത്. മൂന്നാമത്തേത് ഡിസ്ഗൈസ്ഡ് റിലേഷണൽ ഹോസ്റ്റിലിറ്റി, സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതായത് ചില സമയത്ത് ചില ആളുകൾ നമ്മളെ അവഗണിക്കും. സാമൂഹ്യപരമായിട്ട് നമ്മളെ സമൂഹത്തിൽ നമ്മളെ അവഗണിക്കും. ഇപ്പം നമ്മളോട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യും. ഈ ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോയിട്ട് വോട്ട് ചെയ്യുന്നത് നേരെ വേറെ എതിർ സ്ഥാനാർത്ഥിക്കായിരിക്കും, നമുക്കായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മളെ സാമൂഹ്യമായിട്ട് ഇടിച്ചു താഴ്ത്തിയാൽ അവൻ മോശക്കാരനാണ്, അവൾ മോശക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സോഷ്യലായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള ആ രീതിയിലുള്ള ഡിസ്ഗൈസ്ഡ് റിലേഷണൽ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയും. ഇതിന്റെ മറ്റൊന്നുള്ളത് പാസീവ് അഗ്രസീവ് റിലേഷൻഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡിസ്ഗൈസ്ഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ. അത് നമ്മളെ മാനസികമായിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്നേഹം നടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഫിസിക്കലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. എനിവേ അത് ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമാണ്. ദെൻ ഗിൽറ്റ് ബൈറ്റിംഗ് എന്ന് പറയും. അതായത് അൺറീസണബിൾ ആയിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യും. നമ്മളിൽ അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുക. അത് സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണെന്ന് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയാം. അതായത് നമ്മളിൽ ഒരു തരം കുറ്റബോധം സൃഷ്ടിക്കുക. നമ്മൾ ഏതാണ് കറുത്ത വർഗ്ഗക്കാർ, അവര് കുറ്റവാളികളാണെന്നോ, അവര് ഡ്രഗ്സ് അബ്യൂസ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ട്രാഫിക് നടത്തുന്നവരാണെന്നോ, അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിൽ, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ, സാംസ്കാരികമായ രീതിയിൽ അൺറീസണബിൾ ബ്ലെയിമിങ്, ഓക്കെ നീ ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ളത് കുറ്റബോധം സൃഷ്ടിക്കുക. ദെൻ സ്റ്റാളിങ് ഓർ സ്റ്റോൺ, അതായത് സ്റ്റോൺ വാളിങ് അല്ലെങ്കിൽ സ്റ്റാളിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. അതായത് എനിക്കിപ്പോൾ ഒരാളുടെ ടെലിഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, അത് ഡിനേ ചെയ്യുക. അതായത് റിസോഴ്സസ് നമ്മൾ ഒളിച്ചു വെക്കുക. നമുക്കറിയാം ഇന്ന രീതിയിൽ ഇതാണെന്നുള്ളത്. അങ്ങനെയുള്ള ആ റിസോഴ്സസ് ബ്ലെയിം അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കുക, അതിന് മതിൽ കെട്ടി വേർതിരിക്കുക എന്ന് പറയാം. ദെൻ എന്താണ് സ്റ്റബേർനെസ് ഉണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, പൊട്ടിത്തെറിക്കുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സ്റ്റബേർനെസ്സിൻ്റെതായിട്ടുള്ളത് ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവം അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന ഒരു കാര്യത്തിന് ചെല്ലുമ്പോഴേക്കും സ്റ്റബേൺ ആയിട്ട് പെരുമാറുക. അതായത് ഇപ്പൊ ഉദാഹരണം കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഓഫീസർ ആണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളോട് സ്റ്റബേൺ ആയിട്ട് പെരുമാറും. തനിക്ക് എന്ത് വേണം, അല്ലെങ്കിൽ അത് പറ്റിയല്ല, അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുക. അയാളുടെ ആ സ്റ്റബേർനെസ് അയാൾ കാണിക്കുന്നത്, റെസിസ്റ്റൻസ് കാണിക്കുന്നത് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ പറയും, അടുത്ത് കൂടിയിട്ട് ചോദിക്കും, സാറേ എന്താ ചെയ്യണ്ടേ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ളത്. ഇതുപോലെ മറ്റു നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ട് അണ്ടർ ഹാൻഡഡ് സബറ്റാഷ്. അതായത് സബറ്റാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ മനഃപൂർവ്വം നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ടാസ്കുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി അല്ലാത്ത രീതിയിൽ, ഇപ്പം നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ ഈ ജോലി കുറവ് കൊണ്ട് വേറൊരാൾക്കൂടെ ഡാമേജ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കും. അടുത്തത് സെൽഫ് പണിഷ്മെന്റ്. ഓക്കെ, ഐ വിൽ ഷോ യു. എനിക്ക് മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്കൂട്ടർ മേടിച്ച് തരിക, അല്ലെങ്കിൽ ബൈക്ക് മേടിച്ചു തരണം. +2 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവൻ അതിനു മുമ്പും വേണ്ടി വരുമായിരിക്കും. എനിക്കത് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഐ വിൽ ഷോ യു സംതിങ്. അത് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഇങ്ങനെയുള്ള പിടിവാശികൾ കാണിക്കുക. ദെൻ അടുത്തത് വിക്ടിംഹുഡ്. പിന്നെ വിക്ടിംഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിക്ടിം ആണെന്ന് മറ്റുള്ളവരെ കാണിക്കുക, അല്ലെങ്കിൽ ഇമാജിൻഡ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുണ്ടെന്ന് കാണിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ആ ബന്ധങ്ങളെയാണ് ഈ വിക്ടിംഹുഡ് എന്ന് പറയുന്നത്. ദെൻ മൈൻഡ്ഫുൾ വേ. നമുക്ക് അടുത്തത് നോക്കാനുള്ളത് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾക്കുണ്ടോ എന്നും, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ടോക്സിക് റിലേഷൻഷിപ്പിനെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് അക്നോളജ് ഇറ്റ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിലോ സമൂഹത്തിലോ ആയിട്ടുള്ള വ്യക്തികളിൽ ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധവും, അതുപോലെ തന്നെ അത്
അംഗീകരിക്കാനുള്ള നമ്മുടെ ആ കഴിവ്. റെക്കഗ്നൈസ് ബിഹേവിയേഴ്സ്, മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികൾ നമ്മളെ അതുപോലെ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ, എക്സസീവ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റെസ്പെക്ട് നമ്മളോട് കാണിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് ആണോ, ഏത് രീതിയിലുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഓക്കെ, ഇതുണ്ട്, ഇത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ രണ്ട് വിധത്തിൽ നമ്മൾ രണ്ട് ആസ്പെക്റ്റിൽ നമ്മൾ കാണണം. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നതിനെ അറിയുന്നതിനും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഇത് കാണിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതിനെ കുറിച്ചാണ്. അക്സെപ്റ്റ് ദ റിയാലിറ്റി. ആം ഐ ടോക്സിക് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുക. ദെൻ സെൽഫ് റിഫ്ലക്ഷൻ. അതായത് ഏതെങ്കിലും സമയത്ത് നമുക്കിങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ വേദനകൾ നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ റെഡിയാകണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനുള്ള ആ പ്രശ്നങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ അക്സസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ ഹെൽത്തിനെ, നമ്മളുടെ അതുപോലെ ഇമോഷണൽ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെത്താൻ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്താം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യാം. അണ്ടർസ്റ്റാൻഡ് ദി പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. മറ്റുള്ളവർ ഏത് രീതിയിലാണ് നമ്മളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ടോക്സിസിറ്റി അതിൽ അടങ്ങിയിട്ടുണ്ട് അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് നമ്മൾ ശ്രമിക്കുക. ദെൻ സെറ്റ് ബൗണ്ടറീസ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ അതിനെ അതിക്രമിക്കുന്ന രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആ ലിമിറ്റേഷൻ കടന്നിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ളത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവരുമായിട്ട് പറഞ്ഞു തീർക്കുക. അതുപോലെ തന്നെ അത് മനസ്സിലാക്കുക. ആ ലിമിറ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നതിന് വേണ്ടി, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ലിമിറ്റ് കൺട്രോൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആ ബിഹേവിയർ അല്ലെങ്കിൽ ആ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ കമ്മ്യൂണിക്കേറ്റ് ബൗണ്ടറീസ്. ഓക്കെ, നീ എൻ്റെ ഈ ബൗണ്ടറി, എൻ്റെ പ്രൈവസിയെ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ആ സ്പേസിനെ നീ മറികടക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് അവരോട് പറയുക. അല്ലെങ്കിൽ അത് പറയുക. എങ്ങനെയാണ് പറയേണ്ടത്? കാം ആൻഡ് അസർട്ടീവ് മാനർ. നമുക്ക് പറയാനുള്ളത്, നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത് പറയാൻ സാധിക്കും. നോ, ദിസ് ഈസ് നോട്ട് റൈറ്റ്. അല്ലാതെ അവരോട് ഷൗട്ട് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. കാം ആൻഡ് അസർട്ടീവ് മാനർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. ദെൻ പ്രാക്ടീസ് സെൽഫ് കെയർ. സെൽഫ് കെയറിനകത്ത് കൂടുതലായിട്ട് വരുന്നത് നമ്മളുടെ ഫിസിക്കൽ, ദെൻ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം നമ്മളാണ് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച്, നമ്മൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും നമ്മൾ തളർന്നു പോകും, നമ്മൾ രോഗികളാകും. ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് നമുക്ക് തന്നെ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകുക. ദെൻ സീക്ക് സപ്പോർട്ട്. മറ്റുള്ളവരിൽ നിന്ന് എനിക്കിങ്ങനെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു തുറവി മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് വിശ്വാസമുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആരോടെങ്കിലും ഇത് നമ്മൾ പറയുക. ഓക്കെ, ഇന്ന ആളിൽ നിന്ന്, ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റുള്ള ജോലി സ്ഥലങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിനെ കുറിച്ച്. ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക്, അതിന്റെ ടോപ്പ് ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ജോയിൻ സപ്പോർട്ട് ഗ്രൂപ്പ്സ്. ഇതുപോലെയുള്ള മൈൻഡ്ഫുൾനെസ്, ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ചേരുക. ഏതെങ്കിലും ഗ്രൂപ്പുകളുമായിട്ട് ഹെൽത്തി ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന, ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ ചേരുക. മറ്റൊന്ന് ഡെവലപ്പ് എ പ്ലാൻ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. എൻ്റെ ഈ പ്രശ്നത്തെ, എൻ്റെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു പ്ലാൻ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ സെൽഫ് റിഫ്ലക്ഷൻ, അതുപോലെ മൈൻഡ്ഫുൾനെസ് വഴി, അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഹെൽപ്പ് അത് കിട്ടണമെങ്കിൽ അതും നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാവുന്നതാണ്. ദെൻ ഗ്രാജുവൽ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണെന്നുള്ളതിന്, അതായത് ഫിസിക്കലായിട്ട് എസ്പെഷ്യലി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കൂടുതലായിട്ട് അടുക്കാതെ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലേക്ക് അത് കൂടുതൽ ഇന്ററാക്ഷൻസ് പോകാനും കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം.
Then, of course, mindful meditation, stay present, focus your presence moment through mindfulness. അത് മൈൻഡ്ഫുൾനെസ് കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ആങ്സൈറ്റി, അതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസിന് നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് കമ്പാഷൻ ആണ്. കൂടുതലായിട്ട് നമ്മൾ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഞാൻ ഈ പറഞ്ഞതിനകത്ത് പറഞ്ഞല്ലോ, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇതുപോലെ നമ്മൾ കുറ്റക്കാരാണെന്നുള്ള ആ ഒരു ഫീലിങ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമുക്ക് തന്നെ കൂടുതൽ സെൽഫ് കമ്പാഷൻ മൈൻഡ്ഫുൾനെസ്സിലൂടെ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ശാരീരികവും മാനസികവും വൈകാരികമായുള്ള സുസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ദെൻ ഇവാലുവേറ്റ് ആൻഡ് അഡ്ജസ്റ്റ്. നമ്മുടെ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിനെ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു അവലോകനം നടത്തുക. അഡ്ജസ്റ്റ് ബൗണ്ടറീസ്, അതായത് നമുക്ക് നമ്മളുടെ ആ ബൗണ്ടറീസ്, നമ്മളുടെ ആ സ്പേസിന്റെ ആ ബൗണ്ടറീസ് വേണ്ട വിധത്തിൽ പോകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള നമ്മളുടെ ഇന്ററാക്ഷൻസ്, നമ്മളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു അവലോകനം നമ്മൾ നടത്തി അതിനനുസരിച്ച് പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. ദെൻ കൺസിഡർ പ്രൊഫഷണൽ ഹെൽപ്പ്. ഏതെങ്കിലും കൗൺസിലിംഗ് അതുപോലെയുള്ള ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോകുക. കാരണം നമ്മളുടെ സെൽഫ് എസ്റ്റീമും, അതുപോലെ തന്നെ നമ്മളുടെ ആ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് വയലൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അബ്യൂസ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. കാരണം പലപ്പോഴും ഞാൻ ഇന്ന് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എന്നോട് ഒരാൾ പറഞ്ഞു, നാട്ടിലുള്ള ഒരാളാണ്, വിളിച്ചിട്ട് പറയുന്നു അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അമ്മയാണ്, മകനുണ്ട്, ഭാര്യയുണ്ട്, മക്കൾ, ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചു, പല പ്രാവശ്യമായിട്ട് എന്നെ വിളിക്കുന്നതാണ്, ഇന്നും എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാൽ ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് അത് താല്പര്യമില്ല. അമ്മ പറയുന്നു, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ മകനെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞു, ലീഗൽ അല്ലാതെ വേറെ ഞാൻ നോക്കിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം ഇത് കൂടി വരുന്നു, ഇവര് പ്രായമായി, അവർക്ക് നോക്കാനില്ല, പണമില്ല, ഒന്നുമില്ല. അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ലീഗലായിട്ടുള്ള ഇത് നമ്മൾ കൂടുതലായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ദെൻ മൈൻഡ്ഫുൾ എക്സസൈസസ് ടു സപ്പോർട്ട് ജേർണി. ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമുക്ക് നടത്താം. നമ്മൾ ഇതുപോലുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ മറ്റുപോലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് മൈൻഡ്ഫുൾ എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ലതാണ് ബ്രീത്തിങ്. ദെൻ ജേർണലിംഗ് നമുക്ക് നടത്താൻ പറ്റും. നമ്മുടെ അനുഭവങ്ങൾ, ഇന്നുള്ള അനുഭവങ്ങൾ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നാളെ നമുക്ക് അത് റിവ്യൂ ചെയ്യാൻ, എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അവസാനമായിട്ട് ഇമ്പോർട്ടൻസ് ആണ്. പലരും ഇരുന്ന് മടുത്തു, എനിക്ക് തോന്നുന്നു സമയം കൂടിപ്പോയത് കൊണ്ട് എല്ലാവരും ഒരു അല്പം ക്ഷമ കുറവ് കാണിക്കുന്നുണ്ട്. ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള നമ്മളുടെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഇതിന്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ അറിയാതെ പോകരുത്. കാരണം ഇത് മനസ്സിലാക്കി ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് മെന്റൽ ഹെൽത്ത്, ഓക്കെ, നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് ഇത് ആവശ്യമാണ്. പ്രിവെന്റിങ് ഇമോഷണൽ ഹാം, ഇത് ലോങ് റണ്ണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഹാം ഉണ്ടാകും. ദെൻ ഫിസിക്കൽ ഹെൽത്ത്. അടുത്തത് റെഡ്യൂസിങ് സ്ട്രെസ് റിലേറ്റഡ് ഇൽനെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി. കാരണം ഇതിനു വേണ്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇതുപോലെയുള്ള ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോയാൽ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനെ അത് ബാധിക്കും. ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠനത്തെ അത് ബാധിക്കും. ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയുടെ കാര്യക്ഷമത അത് ബാധിക്കും. എൻകറേജിങ് ഹെൽത്ത് ബൗണ്ടറീസ് ആൻഡ് റെഡ്യൂസിങ് ഹെൽത്ത്, ഇതിനു വേണ്ടിയിട്ട്. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ നഷ്ടപ്പെടും, ഇല്ലേ? നമുക്ക് ഒരു ശാന്തമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഉല്ലാസത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ, കൂടുതൽ നല്ല റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാതെ ഇരിക്കാം. അപ്പൊ അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇംപ്രൂവിങ് ഓവറോൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ പ്രിവെന്റിങ് ലോങ് ടേം ഡാമേജ്, ഫിസിക്കൽ ആകാം, മെന്റൽ ആകാം, അല്ലെങ്കിൽ ഇമോഷണൽ ആകാം. ഇങ്ങനെയുള്ളത് വന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന സൈക്കോസൊമാറ്റിക് ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് അവോയ്ഡിങ് ലോങ് ടേം ഇമോഷണൽ
സ്കാർസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നോക്കാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഓഫ് കോഴ്സ് ഇത് അറിഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ത്രെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് അതേക്കുറിച്ച് അവെയർ ആകുക. പ്രൊട്ടക്ടിങ് പേഴ്സണൽ സേഫ്റ്റി, പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് ഇമ്പാക്റ്റ് ഉണ്ടാകും. അതായത് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുക. ഓക്കെ, താങ്ക് യു. ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, താങ്ക് യു സാർ. വളരെ നീണ്ടുപോയോ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും comments? ആന്റണി സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മീനാക്ഷിയാണ്. ഓക്കെ. വളരെ എന്താ പറയാ, റെലവെന്റ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടോക്സിക് റിലേഷൻ. അത് വളരെ വിശദമായിട്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ കോസസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എല്ലാം, അതെല്ലാം വളരെ ഇതായിട്ട് പറഞ്ഞു. പ്ലസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ടതെന്നുള്ളതും പറഞ്ഞു. എക്സലന്റ്, സൂപ്പർബ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഈ ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെയുള്ള ഇവരുമായിട്ട് ഇടപെടാതിരിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥകളുണ്ട്. അതായത് ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്ന, അങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മളങ്ങ് അകന്നു നിന്നാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോവില്ല. പക്ഷേ അവരെ നമുക്ക് കൊണ്ടുപോവുകയും വേണം കൂടെ. കാരണം എന്ത് പറഞ്ഞാലും അതിൽ നെഗറ്റീവ് കാണുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് അവർക്കറിയാം ഇത് നല്ലതാണ്, കൊള്ളാവുന്നതാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ നമ്മൾ പ്രാണായാമം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻടാക്റ്റ് ആയിട്ട് ഇരുന്നാൽ ഈ സിസ്റ്റം മുന്നോട്ട് നടക്കണമെങ്കിൽ ഒരു മാർഗം വേണമല്ലോ അതിന്. അപ്പൊ മറ്റുള്ളവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നോട് സാറൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിന്റെ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനല്ല, നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാനാണ്. കാരണം മറ്റുള്ളവർ ഇപ്പൊ ടോക്സിക് ബിഹേവിയർ ഉണ്ടായാൽ അതിനെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളതാണ്. മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഷോർട്ട് കട്ടുകളൊന്നും പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി മൈൻഡ്ഫുൾനെസ് ഈസ് ഫോർ അവർ ചേഞ്ച്. പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഇതാണ്. നമ്മളിലേക്ക് വരുന്ന ഇതിനെ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, നോട്ട് റിയാക്ടിങ്, റിയാക്ഷൻ അല്ല, റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവരും ഉണ്ട്. 2 മനുഷ്യർ 3 മനുഷ്യർ കൂടുന്നിടത്ത് ഉണ്ടാകുന്ന ഈ പൊളിറ്റിക്സ് ആണ് ഇപ്പം താങ്കൾ പറഞ്ഞത്. ഇത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ആ അഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനേക്കാൾ കൂടുതൽ നമ്മൾ മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി അത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു അവർ മാനിക്കാം. പക്ഷെ മാനിക്കാതിരിക്കുന്ന വ്യക്തികളുണ്ട്. ഈ പറഞ്ഞ ഇപ്പം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഊർജമുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. കാരണം ഏതെങ്കിലും ഫലമുള്ള മരത്തിലെ ആളുകൾ കല്ലെറിയുള്ളൂ. ഇതൊരു ഒരു 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 യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആരെന്തെല്ലാം പറഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെല്ലാം നിരുത്സാഹപ്പെടുത്തുക, അത് വേണ്ടാന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുണ്ട്. പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്നതനുസരിച്ച് അത് ആ ഒരു കൂടുതൽ സ്വഭാവ രീതി, ഈ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ റിലേഷൻഷിപ്പിൽ, അതുപോലെ തന്നെ ബിഹേവിയർ ഒരുപക്ഷെ നന്നായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും മലയാളികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സർട്ടൻ എക്സ്റ്റെന്റ് ഞാൻ അങ്ങനെ കരുതുകയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കൂടുതൽ മലയാളികളായിട്ടാണല്ലോ കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്. അപ്പം ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വളരെ പെട്ടെന്ന് പറയാം.
ഇത് മറ്റുള്ളവരെ നന്നാക്കാനല്ല, ഇത് നമ്മളെ തന്നെ നന്നാകുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിത രീതി അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രോച്ചാണിത്. ഓക്കെ, താങ്ക് യു ഫോർ ആസ്കിങ് മീ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു സർ. സാർ എനിക്ക് വേറെ ഒരു വേറെ കാര്യം- ആർക്കെങ്കിലും യെസ് സാർ, പറയൂ. ഈ പറഞ്ഞതിനോട് ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഈ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരാളുടെ പ്രവർത്തനം അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു തോന്നിക്കഴിഞ്ഞാൽ, അയാൾക്കൊരല്പം പ്രശസ്തിയും പ്രഭയും ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈ അസൂയാലുക്കളായ ആളുകൾ, ഈ ടോക്സിക് പീപ്പിൾ, അവരെ മറ്റൊരു രീതിയിൽ ഇടിച്ചു താഴ്ത്താനുള്ളൊരു ശ്രമമാണ് നടക്കുക. അവരെ നമുക്ക് ദേഷ്യപ്പെട്ട് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് അവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും ചിലപ്പോൾ ആക്രമിക്കുക. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അവരെ അവരുടെ അടുത്ത് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എത്ര സത്യസന്ധത ഉണ്ട്, മറ്റൊരാൾ കേൾക്കുന്നില്ല, രണ്ട് പേര്, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത് എന്ന് നമ്മൾ ഒരു സ്നേഹത്തോടെയുള്ള ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ ഒരുപക്ഷെ അയാൾ അതിൽ നിന്ന് മാറാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത് എൻ്റെതായ അനുഭവത്തിലാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പുറകിൽ എനിക്കുള്ള അനുഭവങ്ങളിൽ ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ എനിക്ക് ആക്രമിക്കുന്ന പോലെ ആക്രമിക്കും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് അവരോട് മറ്റൊരാൾ കേൾക്കാതെ സ്വകാര്യതയിൽ, ചേട്ടാ വേണ്ടായിരുന്നു, ഞാൻ അതിൽ തെറ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാനത് തീർത്ത് തരാം എന്ന സന്തോഷത്തോട് പറയുകയാണെങ്കിൽ ഒരു റീതിങ്കിങ്ങിനുള്ള അവസരമുണ്ട്. അങ്ങനെ സാധിച്ചിട്ടുണ്ട്, എനിക്കത് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് അറിയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? ഷൈമ സർ. താങ്ക് യു സർ. സാറേ, സാറേ, ക്ലാസ് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയ ടോക്സിക് റിലേഷൻഷിപ്പ് ആയി നമ്മളിൽ അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഒളിപ്പിച്ചു വെച്ചാൽ നമുക്ക് ഹാനികരമാകും എന്നുള്ള വിധത്തിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, ഈ കൂടെ നടന്ന് കുതികാൽ ചവിട്ടുന്നവരെ സൂക്ഷിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയതെന്ന് പിന്നീട് മനസ്സിലായി. അത് ചതിയന്മാരുണ്ട് സാറ്, സമൂഹത്തിലുണ്ട്, അത് വളരെ സത്യ. ഉലയനൻ സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു 50 എന്നുള്ള ഒരു 60% വരെയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ സമൂഹത്തിൽ ആര് വിചാരിച്ചാലും ഒട്ടും ശരിയാകാത്തവരുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മള് ചങ്ക് വിടർത്തിയ ചമ്പരത്തി പോവാന്ന് പറയുന്ന ആ ജന്മം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, സംശയമൊന്നും വേണ്ട. അത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ ശ്രമിച്ചാലും, എത്ര ശ്രമിച്ചാലും, നമ്മൾ പഠിച്ച ആ ഗാന്ധിയ സിദ്ധാന്തം ഒക്കെ മിക്കവാറും പ്രയോഗിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അബ്സല്യൂട്ട്ലി എല്ലായിടത്തും പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ സക്സസ് ആവുന്നോ കരുതാനാവില്ല. എൻ്റെ അനുഭവം അങ്ങനെയാ തോന്നുന്നത്. രണ്ടും നേടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. വ്യക്തിബന്ധങ്ങളുടെ നമുക്ക് അവർ കീഴ്പ്പെട്ടും അവർക്ക് നമ്മൾ കീഴ്പ്പെട്ടും സ്നേഹത്തോടെ ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കാം, നല്ലത്. എന്നെനിക്ക് എൻ്റെ ആ ഒരു വിയോജിപ്പല്ല, എന്നാലും അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ പെട്ടെന്ന് ഒരു അനുഭവം പറയാം. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വിയന്നയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം നിങ്ങളുമായിട്ട്. അതായത് തികച്ചും നല്ല ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒരു മലയാളം സ്കൂൾ ഉണ്ടാക്കി ഇങ്ങനെ സ്കൂൾ തുടങ്ങി മലയാളം പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അത് 2 വർഷത്തേക്ക് അത് നന്നായിട്ട് പോയി. അത് സ്കൂൾ തുടങ്ങിയ ആളും അല്ലെങ്കിൽ അവരുടെ ആ നല്ല ഉദ്ദേശങ്ങളും എല്ലാം അങ്ങനെ അംഗീകരിച്ചു പോയി. 3-ാം വർഷം ആയി കഴിഞ്ഞപ്പോഴേക്കും ചിലരുടെ ആളുകൾ വന്നു. അത് ഞാൻ പറയുന്നു, ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് ബിഹേവിയർ കൊണ്ട് അതിനുവേണ്ടി ചെയ്ത ആളുകളെ ഞാൻ പറഞ്ഞു ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്തു. അപ്പൊ ഇപ്പൊ ഉലകന്നൻ സാറ് പറഞ്ഞതും ജോർജ് സാറ് പറഞ്ഞതൊക്കെ അനുസരിച്ച് വലിയ ഇതൊന്നും ഉണ്ടാകില്ല. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവർ അത്ര നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. നമ്മൾ അവരോട് പറഞ്ഞാൽ അവരൊന്നും അനുസരിക്കില്ല. കാരണം അത്ര ബയസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ ആര് തുടങ്ങി അല്ലെങ്കിൽ അതിനുവേണ്ടി കുറെ സമയങ്ങളെല്ലാം ചെലവിട്ട ആളുകളെയൊക്കെ പുറത്താക്കി അല്ലെങ്കിൽ അവർ പുറകോട്ട് പോയി. കാരണം ഇത് ചീത്തൻ തെറിയും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി. എന്താണ് നല്ല ഉദ്ദേശം?
മനസ്സിലായോ? അതായത് ഒരു വിദേശ രാജ്യത്ത് മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്കൂളാണ്. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ചോദിച്ച അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. എത്ര ഉദ്ദേശത്തോടു കൂടി സാമൂഹ്യമായിട്ട് ഇപ്പൊ നമ്മൾ പാവങ്ങളെ, ദരിദ്രരെ ഒന്ന് സഹായിക്കാൻ ചെല്ലും, അവിടെയും പറയും ഏതെങ്കിലും ഇവർക്ക് ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള രീതിയിൽ ഇവരെ ഉപദ്രവിക്കും. ഇവരോടൊന്നും പറഞ്ഞ് നേടാൻ പറ്റിയില്ല. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുക. അല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള ഈ സംസാരങ്ങൾ ഞാൻ പറഞ്ഞു മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും അവരുടെ ഈ പോത്തിന്റെ ചെവിയിൽ വേദാന്തം ഓതിയിട്ട് യാതൊരു ഉപകാരവും ഇല്ലെന്ന അനുഭവങ്ങളും ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. ഈ പണവും പ്രശസ്തിയും ഒക്കെ അതിൻ്റെ അകത്ത് വലിയൊരു ഫാക്ടറായിട്ട് വരും. അതിന്റെ യഥാർത്ഥമുള്ള റൂട്ട് ആരാണത് ഉണ്ടാക്കിയതെന്നും അറിയണമെന്നില്ല. നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. രാജു സാർ പറയും. ആന്റണി സാറ്, അതായത് സാറ് യൂറോപ്പിൽ ഇരുന്നുകൊണ്ട് ഇത്രയും നല്ല നാടൻ ഭാഷയിൽ, നല്ല ലളിതമായ മലയാള ഭാഷയിൽ സംസാരിക്കുന്നത് എനിക്ക് വലിയ അതിശയം തോന്നി. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു ടോക്സിക് റിലേഷൻഷിപ്പ്. പിന്നെ ഞാൻ ഒരു ബയാസ് അല്ലേ, നമ്മൾ മലയാളികളെല്ലാം ഇങ്ങനെയുള്ളവരാണെന്നൊരു ബയാസ് നമ്മളുടെ ഉണ്ട്, പ്രിജുഡീസ് ഉണ്ട്. അത് നമ്മൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ആ ചിന്താഗതി നമ്മുടെ ഭാഗത്തുണ്ട്. അത് പറയുന്നത് നമ്മൾ അടച്ചാക്ഷേപം പാടില്ല, എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. മലയാളികളെല്ലാം അങ്ങനെയാണ്. നമ്മൾ ശരിയാണ്, പ്രതിപക്ഷം അതായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവർ കുട്ടികളിലെ നന്മ കാണാനും പഠിക്കണം. മലയാളി ആയതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നുള്ളൊരു ബയാസ് പറയുന്നതായിട്ട് പ്രിജുഡിസ്, മുൻവിധി ഒരിക്കലും പാടില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തിയാണ് അവരോടുള്ള പ്രവർത്തനമാണ് അതിനെ അതുകൊണ്ട് മാറ്റിയെടുക്കാമെന്നാണ് സാറ് പറഞ്ഞത്. വളരെ കറക്റ്റാണ്. തീർച്ചയായിട്ടും നമ്മളെ ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത കൂടി സാറ് പങ്കുവച്ചു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. അന്ന സാർ. ഓക്കെ. നമുക്ക് മെഡിറ്റേഷൻ നടത്താം. സൗകര്യപ്രദവുമായ ഒരിടം കണ്ടെത്തി നിങ്ങൾക്ക് സുഖകരമായ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് കസേരയിലോ അല്ലെങ്കിൽ നിലത്തോ ഇരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധ്യാന സമയത്ത് കൂടുതൽ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കാതെ സൗകര്യപ്രദമായിട്ട് സുഖപ്രദമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ പൊസിഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ മാറ്റം വരുത്താം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ധ്യാന സമയത്ത് കൂടുതൽ മൂവ്മെന്റ്സ് വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് ഇപ്പോൾ മാറ്റിവെക്കാം. അതുപോലെ ധ്യാനത്തിന് തയ്യാറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ശാന്തമായി സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം.
ധ്യാനം എന്നുള്ളത് നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്പൂർണമായ ഒരു വിശ്രമമാണ്. ധ്യാനത്തിന്റെ യഥാർത്ഥ ഫലം നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സമ്പൂർണമായ ആ വിശ്രമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യമായി നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമം കൊടുക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് 3 പ്രാവശ്യം ദീർഘമായി ശ്വസിക്കാം. സാവധാനം ശ്വാസകോശത്തിലേക്ക് വായു നിറയ്ക്കുക. 1 നിമിഷം ഒന്ന് അത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സാവധാനം ആ എടുത്ത ശ്വാസോച്ഛ്വാസത്തെ പുറത്തേക്ക് വിടുക. ഓക്കെ, ശ്വാസോച്ഛ്വാസം തുടങ്ങാം. 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അടുത്തതായി നമ്മളുടെ ശാരീരികമായ ആ വിശ്രമം പൂർണ്ണമാണോ എന്നറിയുന്നതിന് വേണ്ടി നമ്മളുടെ ശരീരത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു അവബോധം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി നിങ്ങളുടെ ശിരസ് മുതൽ താഴോട്ട് കാൽപാദം വരെ കാലിലെ വിരലുകളെല്ലാം ശിരസ് തൊട്ട് താഴെ വരെ ഒന്ന് സാവധാനത്തിൽ ആ ശരീരത്തെക്കുറിച്ചുള്ള ഒരു അവബോധം എടുക്കുക. നമ്മളുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ അനുഭവങ്ങളോ ഏതെങ്കിലും അനുഭൂതികളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷെ അതേക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായ അവബോധം നിലനിർത്തുക. ഏതെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി വീണ്ടും ഏതാനും ദീർഘശ്വാസം എടുത്ത് ആ ഭാഗത്തെ ശരീരഭാഗത്തെ പൂർണ്ണമായി വിശ്രമത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മാനസികമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, വികാരങ്ങൾ, അനുഭൂതികൾ ഇവയെക്കുറിച്ചെല്ലാമുള്ള ഒരു അവബോധം അറിയുക, അടുത്തറിയുക, ആഴത്തിൽ അറിയുക എന്നുള്ളതാണ്. നമ്മളുടെ മാനസിക വ്യാപാരങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഒരു നിമിഷം തിരിച്ചുവിടാം. ഏതു തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? പ്രത്യേകിച്ചും ഇന്ന് വിഷമകരമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടതിന് ശേഷം അതുപോലെയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങളോ സംഭവങ്ങളോ സാഹചര്യങ്ങളോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന്
ഒരു നിമിഷം നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ മെഡിറ്റേഷൻ സമയത്ത് ശ്രമിക്കണ്ട. വ്യക്തിയോ വ്യക്തികളോ സംഭവങ്ങളോ സാഹചര്യങ്ങളോ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നെങ്കിൽ അവയെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക. ഈ അടുത്തിടെ നടന്ന ഏതെങ്കിലും അസുഖകരമായ സംസാരങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ ആ വ്യക്തിയെ, ആ സംഭവത്തെ ഒരു നിമിഷം നമുക്ക് നിരീക്ഷിക്കാം. മാനസികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആകാശത്തിലൂടെ പയ്യെ നീങ്ങുന്ന ഒരു മേഘത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ വൈകാരികമായ യാതൊരുവിധ പ്രതിഫലനങ്ങളും നടത്താതെ അവരെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നിരീക്ഷിക്കുക. ഈ സമയത്ത് നമ്മൾ അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, പ്രതികാരമായിരിക്കാം, എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ചും നമ്മൾ അവബോധം ഉള്ളവരാകുക. ഒരു ടി-വിയിൽ നമ്മൾ കാണുന്ന ചിത്രം പോലെ നമ്മളൊരു നിരീക്ഷകനോ നിരീക്ഷകയോ മാത്രമായി മാറുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ക്ഷമ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മളുടെ സുസ്ഥിതിക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളോട് ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടേതായ സ്വന്തമായ ഭാഷയിൽ ആ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കുന്നതായിട്ട് 3 പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കാം. ഞാൻ താങ്കളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ഇതുപോലെയുള്ള ഏതെങ്കിലും ക്ഷമിക്കുന്നതിൻ്റെ ആ മന്ത്രം നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ ഉരുവിടുക. സാവധാനം നമ്മളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമവും നമ്മുടെ ജീവനും നിലനിർത്തുന്ന തികച്ചും സ്വാഭാവികമായ ആ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. ശാന്തമായി ആ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട്
നമ്മുടെ ധ്യാനം നമുക്ക് തുടരാം. ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവർക്ക് വിഷമകരമായ പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് സംഭവിക്കാം. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള നമ്മളിൽ ഉണ്ടായ പെരുമാറ്റ രീതികൾക്ക് ക്ഷമാപണം നടത്തുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായി ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള അറിഞ്ഞുമറിയാതെയും നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം നമുക്ക് ക്ഷമ ചോദിക്കാനുള്ള ഒരു സമയമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ, വാക്കുകളിൽ ആ വ്യക്തികളെ, അറിയുന്നവരോ അറിയാത്തവരോ ആയിട്ടുള്ള ആ വ്യക്തികളെ മനസ്സിൽ കണ്ടുകൊണ്ട് ക്ഷമാപണം നടത്താം. വീണ്ടും നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുന്ന അതിലേക്ക് മടങ്ങി വരാം. ശാന്തമായി നമുക്ക് നമ്മളുടെ ധ്യാനം ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് തുടരാം.
സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അഭിനന്ദിക്കാനുള്ള അതുപോലെ തന്നെ നന്ദി പറയുവാനുള്ള സമയമെടുക്കാം. നമ്മളോട് തന്നെ ദയയും കാരുണ്യവും കാണിക്കുക. ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി പറയുക. സാവധാനം നമുക്ക് നമ്മളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് കടന്നു വരാം. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ആ ശാരീരികമായ അവബോധം, സമ്പൂർണമായ ശാരീരിക അവബോധം വീണ്ടെടുക്കാം. നമ്മളുടെ കൈകാലുകൾ, നമ്മളുടെ ശരീരം, അതിരിക്കുന്ന സ്ഥലം, നമ്മളിരിക്കുന്ന ആ മുറി, അതേക്കുറിച്ചുള്ള അവബോധം നമുക്ക് വീണ്ടെടുക്കാം. ആ മുറിയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ഒരിക്കൽ കൂടി വീണ്ടെടുത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള ആ ചുറ്റുപാടുകളെ കുറിച്ച് ഉള്ള അവബോധം വീണ്ടെടുക്കുക. ശാന്തമായി സൗമ്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ധ്യാനം കഴിഞ്ഞു. വളരെ വളരെ നന്ദി, സന്തോഷം. താങ്ക് യു സാർ. എനിക്ക് ഒരു കാര്യം ഇതിൻ്റെ അകത്ത്, നമുക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ശത്രുവിനെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ദുരിതം ഉണ്ടാക്കുന്നത് പോലെയോ പോലും വരണമെന്ന് നിർബന്ധമില്ല. വളരെ സുഹൃത്തിനെ പോലെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ തോന്നാൻ കാര്യം, ഇവിടെ മലയാള പത്രം അല്ലെങ്കിൽ ഇവിടുത്തെ വാർത്ത സാറ് അറിയുന്നുണ്ടെങ്കിൽ, ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. 15 വർഷം മുമ്പ് തന്റെ ഭാര്യയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിന്റെ അകത്ത് വെച്ച് മൂടി ഒരു കഥാപാത്രം. അദ്ദേഹം ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഇസ്രായേലിൽ ജോലി ചെയ്യുക. പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. കുറെ സുഹൃത്തുക്കളുണ്ട് കള്ളു കുടിച്ച്. അവര് വളരെ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഈ വരികൾക്കിടയിൽ ഞാൻ വായിച്ചതാണ്, ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ, ഇവരെ കൊന്ന് ഇതിനൊരു പരിഹാരം കാണാം, ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നോ എന്നും സംശയിക്കണം. മറിച്ച് ഈ സുഹൃത്തുക്കളും എല്ലാം കൂടിച്ചേർന്ന് സംസാരിച്ച വഴിയിൽ കിട്ടിയ ഒരു ഐഡിയ ആയിരിക്കാം ഇതേപോലെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം പിടികൂടപ്പെട്ടത് അന്നുണ്ടായിരുന്ന സംഘത്തിലെ ചില ആളുകൾ ഇപ്പോഴും എവിടെയോ ഇരുന്ന് കുടിച്ചതിന് ശേഷം ഈ വിഷയം അറിയാതെ പറഞ്ഞു പോയതാണ്. അതാരോ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, പിടുത്തം വീണു. അപ്പൊ നമ്മൾ വിചാരിക്കും 15 കൊല്ലം മുമ്പുള്ള സംഭവം, നല്ല സുഹൃത്തുക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഈ പറയുന്ന രീതി ടോക്സിക് ആണെന്നൊന്നും അന്ന് തോന്നിയിട്ടുണ്ടായില്ല. വളരെ ഹെൽപ്ഫുൾ ആണല്ലോ എന്നേ തോന്നിക്കാണത്തുള്ളൂ. അപ്പോൾ ഈ സൗഹൃദമാണെങ്കിലും അതിലൂടെ വരുന്ന അല്ലെങ്കിൽ സഹായിക്കാൻ വന്നതാണെങ്കിലും ഇതൂടെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഇത്തരം വിപത്തില് പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതേ ഉള്ളൂ. ടോക്സിക് എന്ന് പറഞ്ഞാൽ സുഹൃത്തായും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ജോഷി സാർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ടോക്സിക് സുഹൃത്തായിട്ടും വരാമെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് തൊട്ട്, ഒരാൾക്കെതിരായിട്ട് പറയുന്നത് തൊട്ട്, ഒരാളെ കൊല്ലുന്നത് വരെയുള്ളത് അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ.
അപ്പൊ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല. കാരണം ഒരാളെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു പ്ലാൻ അവരെടുത്തെങ്കിലും അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ടോക്സിക് ചിന്തയാണത്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്തുള്ള ആ ഒരു അതായത് എനിക്ക് വിയോജിപ്പെന്ന് ഞാൻ പറയുന്നത് അതിന്റെ വേറൊരു വേറൊരു വശം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തായിട്ട് നല്ല സുഹൃത്തുക്കളല്ല അവര്. കാരണം പോസിറ്റീവായിട്ടുള്ളതായിരുന്നില്ല. അവര് മദ്യപാനികളായിരിക്കാം, അതുപോലെയുള്ള മറ്റു ബന്ധങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ ടോക്സിക്, അല്ലെങ്കിൽ ആ ചിന്ത തന്നെ ടോക്സിക് ആണ്. അതാണല്ലോ ബിഹേവിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും വസ്തുതാപരമായി അങ്ങനെയാണ്. പക്ഷെ നമ്മളെ ഒരാൾ വല്ലാതെ സഹായിക്കാൻ വരുമ്പോൾ നമുക്ക് ആ ടോക്സിക് ആയിട്ടല്ലോ പെട്ടെന്ന് തോന്നുക ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലോ നല്ലത്. ഭയങ്കര ഹെൽപ്ഫുൾ എന്നല്ല, നല്ല ഹെൽപ്പ് എന്നുള്ള നിലയിൽ ആ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു ചൂഷണത്തിന്റെ സാധ്യതകളാണ്, പക്ഷെ മനസ്സറിയത്തില്ലല്ലോ. ഓക്കെ, റോയ് സാർ. ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് പ്രായോഗികമായ സമീപനത്തിലൂടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ തിരിച്ചറിയുമ്പോഴത്തേക്കും പിന്നെ അതൊരു വേറെ സ്റ്റേജായി പോയി കാണും. അപ്പോൾ മുൻകൂട്ടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തുമാത്രം കഴിയുന്നുവോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ കൂടത്തായും മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പഴയ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ എന്തുമാത്രം ടോക്സിസിറ്റിയില് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് മറ്റേ ആന്റണി സാർ പറഞ്ഞ പോലെ ഈ ഒരേ താല്പര്യമുള്ളവർ തമ്മിൽ യോജിക്കുമെങ്കിലും ബെനിഫിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ടോക്സിസിറ്റി മുഴുവൻ പ്രയോഗിക്കുന്നത്. അധികവും എല്ലാം ബെനിഫിറ്റ് ഓറിയന്റഡ് ആണ്. അപ്പോൾ അന്ധമായി ഒരാളെ വിശ്വസിക്കുകയും ഇങ്ങനെയുള്ള ടോക്സിക് ട്രേറ്റ്സ് അയാളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ നമുക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാമെന്നല്ല, ഈ പറഞ്ഞ ബന്ധങ്ങൾ മോശമാക്കാതെ നോക്കാം. പക്ഷെ അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞേച്ച് പിന്നെ വലിയ പാടാതെ നേരെയാക്കി. അപ്പൊ ഒന്നാമത് പൊതുവെ ഈ ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും നല്ല ബോധമുണ്ട് ഈ കാര്യങ്ങളൊക്കെ, പക്ഷെ അത് കൊള്ളില്ല എന്ന് പറയാം. പക്ഷെ അത് കൊള്ളില്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവർ ധരിക്കും ഈ പറയുന്ന ക്വാളിറ്റീസ് ഒന്നും അയാളിൽ ഇല്ല എന്ന്. സാധാരണ പ്രസംഗത്തിലൊക്കെ പ്രയോഗിക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് അതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഉപദേശം തരുന്നവൻ തീർച്ചയായിട്ടും ശകലം ടോക്സിസിറ്റി അവരിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതുവെ, അല്ലെ അങ്ങനെ തരേണ്ട കാര്യം. അപ്പോൾ ഏതായാലും സാറ് പറഞ്ഞ് മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് അതിന് എങ്ങനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മൈൻഡ്ഫുള്ളായിട്ട് ഡീൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഹൃദയലോലതയും ആ ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ആന്റണി സാറിൻ്റെ ചില സാഹിത്യ ശകലങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ മൈൻഡ്ഫുൾ ആക്ടിവിറ്റിയുടെ ഒരു റിസൾട്ട് എനിക്കിങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴും എല്ലാം ആ ഒരു ഇത് വരും. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു സാമീപ്യം കൊണ്ടും സമീപനം കൊണ്ടും കുറേയൊക്കെ ടോക്സിസിറ്റി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും മൈൻഡ്ഫുൾ ആറ്റിറ്റ്യൂഡ് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് വലിയ ആഘാതമേക്കാതെ രക്ഷപ്പെടാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറിൻ്റെ ഈ മൈൻഡ്ഫുൾ കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഓരോ എക്സാമ്പിൾ ട്രേറ്റ്സും ക്യാരക്ടറിസ്റ്റും ഒക്കെ പറയുമ്പോഴും പിന്നെ ഇതൊന്നും അത്ര സിമ്പിളായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല. ട്രേറ്റ്സ് സാമീപ്യം കൊണ്ടും അടുപ്പം കൊണ്ടും മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ ഇന്ന് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറുകൾ എൻ്റെ കയ്യിലില്ല. ഞാൻ ഇതേക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ക്യാരക്ടേഴ്സ് ട്രേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു 10-18 പേജുള്ള ഒരു PDF ഫയൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്.
അത് ഞാൻ സാബു സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ സാർ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ സാബു സാറിനെ എത്തിച്ചേക്കാം. ഓക്കെ. സാറേ, നമ്മളുടെ ചുറ്റുപാടുകൾ ഈ പറയുന്ന പോലെ ടോക്സിക് എൻവയോൺമെന്റ് ആണെങ്കിൽ പോലും നമ്മളിലേക്ക് അത് പകർന്നു വരാതെ അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാതെ സൂക്ഷിക്കാനുള്ള ഒരു മാജിക് പ്രൊസീജിയറാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ കിട്ടുന്നത്. അല്ലെ, ഈ നിമിഷം സന്തോഷകരമായി നിലനിൽക്കാൻ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി എല്ലാം ഒഴിവാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ സാർ? യെസ്, തീർച്ചയായിട്ടും. ചുറ്റുപാടുകളിൽ ടോക്സിസിറ്റി ഇല്ലാതിരിക്കത്തില്ല, അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാതെ നമ്മളെ കൂടുതൽ സന്തോഷകരമായ എന്താ പറയുന്ന ക്യാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൂടുതൽ പവർഫുൾ ആയിട്ട് നിലനിർത്താനുള്ള ഒരു പഠനം അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പ്രൊസീജിയറാണ്. തീർച്ചയായിട്ടും. ഈ ടോക്സിസിറ്റിയുടെ ഒരു ഇത് ആയിട്ട് പറയാനുള്ള ഒന്ന്, നമ്മൾ ടോക്സിക് ആണോ, അതുകൊണ്ടുണ്ടാകുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു നമ്മളുടെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്ത. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ചില സമയത്ത് നമുക്ക് നോ പറയേണ്ടി വരും. ഉദാഹരണമായിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫൈനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി ഇങ്ങനെയുള്ള ആ എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന സമയത്ത് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കാതെ വരും. കാരണം നമുക്ക് പേടിയാണ് അവരുടെ ആ സ്നേഹം അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ ആ ഓരോ ബലഹീനത എന്താണ്, നമ്മളെ എങ്ങനെ വീഴിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തര് ഓരോ രീതിയിൽ നമ്മുടെ പെരുമാറുന്നത്. അത് ടോക്സിക് അവരിലുള്ള ടോക്സിറ്റി നമ്മളോട് കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, എസ്പെഷ്യലി നമുക്ക് നോ എന്ന് പറയേണ്ട സമയത്ത് നമുക്ക് നോ പറയാനുള്ള ഒരു കറേജ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആ മൈൻഡ്ഫുൾനെസ്സിന്റെ ആ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക, പിന്നെ സ്വയം അവബോധം ഉണ്ടാക്കുക, നമ്മളുടെ വാക്കും പ്രവൃത്തികളും മറ്റുള്ളവരിലേക്ക് ഇതുപോലെയുള്ള ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ പോവുക. ഏതിനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ അവയർനെസ്സിന്റെ തലം എത്തുക. മാത്യു സാർ എന്തെങ്കിലും പറയുന്നോ? മാത്യു സാർ, എനിത്തിങ് ടു ഷെയർ? തോമസ് അച്ഛൻ, ഹരികൃഷ്ണൻ, മാത്യു സാർ പറയും. ഇതിനകത്ത് ഒന്നും പറയാനില്ല സാറന്മാരെ. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇത് കേൾക്കുകയും കാണുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് ആയി വരാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ എൻവയൺമെന്റും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ സമൂഹത്തിലുള്ള ഓരോ സിറ്റുവേഷൻ നമ്മൾ അറിയുന്നതുകൊണ്ടും ഒക്കെ ഇത് എത്ര കേട്ടാലും എത്ര അഭിപ്രായങ്ങൾ നിങ്ങളിൽ നിന്നൊക്കെ സ്വീകരിച്ചാൽ കൂടിയും അത്ര ഈസി ആയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ശ്രമിക്കാം. എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും നല്ലൊരു പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളായതെല്ലാം അത് നല്ലൊരു പ്രാവർത്തികം എല്ലാവർക്കും ആകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം, വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു എല്ലാവരുടെയും പാർട്ടിസിപ്പേറ്റിന്. താങ്ക് യു സാർ. മാത്യു സാറും എന്നയിൽ നിന്നാണ്, അനിൽ സാറിന്റെ ഫ്രണ്ടാണ്, കോട്ടയം കുറുപ്പന്തറ സ്വദേശി കൂടിയാണ്. താങ്ക് യു സാർ, താങ്ക് യു. തോമസ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഹരികൃഷ്ണൻ, ശ്രീലത മാം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? സാർ, ഈ പ്രകൃതിയിൽ തന്നെ ടോക്സിക് ആയൊരു പ്ലാന്റ് ഉണ്ട്, അതാണ് ഇത്തിക്കണ്ണി. എത്രയോ വൻമരങ്ങളെ കടപുഴക്കാൻ സഹായിച്ചതാണ് ഈ കൊച്ചു ഇത്തിക്കണ്ണി എന്ന ടോക്സിക് പ്ലാന്റ്. അതിൽ നിന്ന് ആ മരത്തിന് പോലും ഒരു രക്ഷയുമില്ല. ആഡ് ചെയ്തതെന്ന് മാത്രം. സാറേ, ആ അറിവിന് ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആ ഇത്തിക്കണ്ണികൾ ഈ യൂറോപ്പിലെ എല്ലാ മരങ്ങളിലല്ല, ഞാൻ പറയാം, ഒത്തിരി ഉണ്ട്. ഞാൻ നടന്നു പോകുന്ന ചില മരങ്ങളിൽ ഇത്തിക്കണ്ണികൾ നമ്മുടെ നാട്ടിലൊക്കെ 1 2 ഒക്കെ ഉള്ളായിരിക്കും. ഇത് 50 60 100 ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് ഓർത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എഴുതാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇത്തിക്കണ്ണികൾ ലോകം മുഴുവനും ഉണ്ട്. തണുപ്പുണ്ടെന്നോ ചൂടുണ്ടെന്നുള്ളതല്ല, കാലാവസ്ഥയല്ല എന്ന് മനസ്സിലാക്കാം. മരങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യന് കൈയും കാലും മനസ്സും അല്ലെ ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള എത്തിക്കെട്ടുകളെ അറിഞ്ഞ് പുറത്തേക്ക് മാറ്റി കൊടുക്കാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു അസർട്ടീവ് പവർ നമുക്ക് ഉപയോഗിക്കണം.
ഓക്കെ, താങ്ക് യു. തോമസ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഹരികൃഷ്ണൻ, ശ്രീലത മാം ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡി സർ, വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് സൈക്കോസൊമാറ്റിക് ഡിസീസിന്റെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പാർട്ടായിട്ടുള്ള ക്ലാസ് ആണ് നാളെ വൈകുന്നേരം 7 മണിക്ക്. സോ ആൻഡി സർ, താങ്ക് യു വൺസ് അഗൈൻ. Thank you. Have a very Thank you, nice and day. have a nice evening and good night to you all. Okay, bye bye. Thank you everybody. Good night. Okay, bye. മാത്യു സാർ, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഓരോരോ പ്രോഗ്രാംസ്. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ, ഗുഡ് Okay. നൈറ്റ്. ബൈ. Okay, bye bye.